പഞ്ചാബിൽ കനത്ത സുരക്ഷ തുടരുകയാണ് ഇപ്പോഴും. അമൃത്സറിൽ റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. അമൃത്സറിൽ നിന്ന് മുബഷീർ ഇ പി അക്ബറും ഷഫീഖ് കരുളായിയും ചേരുന്നുണ്ട്. മുബഷീർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള സാഹചര്യം, കനത്ത സുരക്ഷ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴുള്ള സുരക്ഷ അതെങ്ങനെയാണ്? എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടോ? മറ്റൊന്ന്, ഈ റെഡ് അലർട്ട് പിൻവലിച്ചു എന്നുള്ളത് അവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് എത്രത്തോളം ആശ്വാസമുള്ളതാണ് മുബഷീർ? റോഷ്നി, ഇന്നലെ പഞ്ചാബിൻ്റെ വിവിധ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലൊക്കെ തന്നെയായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഗുർദാസ്പൂർ, ഞാനിപ്പോൾ നിൽക്കുന്ന അമൃത്സർ, പത്താൻകോട്ട്, അതുപോലെ തന്നെ ഫിറോസ്പൂർ ഉൾപ്പെടുന്ന മേഖലയിലായിരുന്നു ഈ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നില്ല. റെഡ് അലേർട്ട് അമൃത്സർ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വിശേഷിച്ചും അമൃത്സറിലെ പ്രധാനപ്പെട്ട ആരാധനാലയ കേന്ദ്രം നിലനിൽക്കുന്ന ഗോൾഡൻ ടെമ്പിൾ ഉൾപ്പെടുന്ന മേഖലയായതുകൊണ്ടായിരുന്നു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി റെഡ് അലേർട്ട് പൂർണ്ണമായിട്ടും അവിടെ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. സാധാരണഗതിയിലേക്ക് തന്നെ പഞ്ചാബും തിരിച്ചു വരുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാൻ സാധിക്കുന്നത്. അമൃത്സറിലെ നഗരമധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഇവിടെ കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകളൊക്കെ തന്നെ നഗരത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കനത്ത ജാഗ്രതയുണ്ടായിരുന്നു ഈ മേഖലയിൽ. കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് അമൃത്സർ സുവർണക്ഷേത്രം ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബാധിച്ചിരുന്നു. ഇതിനപ്രതി 1 ലക്ഷത്തിലധികം ആളുകൾ സന്ദർശിച്ചിരുന്ന ആ ഒരു മേഖലയിൽ ഗണ്യമായ കുറവ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാണപ്പെട്ടിരുന്നത്. അതിൻ്റെ നടത്തിപ്പുകാരുമായി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ 971 ശേഷം ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം സുവർണക്ഷേത്രത്തിലെ വിളക്കുകൾ അണക്കേണ്ടി വന്നെന്ന് അവർ നമ്മളോട് പങ്കുവച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അത്രയധികം സുരക്ഷാ ക്രമീകരണം ആ ഒരു മേഖലയിൽ സജ്ജമാക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അമൃത്സറിൽ നിന്നും ഏകദേശം കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വാഗ അട്ടാരി ബോർഡറും പൂർണ്ണമായിട്ടും അടച്ചിരുന്നു. അതിപ്പോഴും തുറന്നിട്ടുള്ള അവിടെയുള്ള സൈനിക അഭ്യാസങ്ങളും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. ആ മേഖലയിലൂടെയായിരുന്നു സ്വാഭാവികമായിട്ടും ലാഹോറിലേക്ക് ആ ഒരു മേഖലയിൽ നിന്നും 23 കിലോമീറ്ററാണുള്ളത്. ഇവിടെ നിന്നും ആ മേഖലയിലൂടെ സഞ്ചരിക്കാനുള്ള റോഡ് പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ തന്നെ അടച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പഞ്ചാബിനെ സംബന്ധിച്ച് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് റെഡ് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ജില്ലാ ഭരണകൂടങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻറ്റി ഡ്രോൺ സംവിധാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി 51 കോടി രൂപ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഭഗവത് മാന്റെ നേതൃത്വത്തിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തിരുന്നു. വിശേഷം ഈ അതിർത്തി ജില്ലകളിലൊക്കെ തന്നെ ജനങ്ങൾ ആശങ്കപ്പെട്ടുകൊണ്ട് നിരവധി സാധനങ്ങൾ അധികമായി വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കരിഞ്ചന്ത പോലെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് ജനങ്ങളൊന്നും തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ നിലയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ജാഗ്രത നടപടികളുമായിട്ട് തന്നെയാണ് പഞ്ചാബും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചാത്തലത്തിൽ തന്നെ ആളുകൾ ആ റോഡിലൂടെ സഞ്ചരിക്കുന്നതൊക്കെ കാണാം. എന്തായാലും സുരക്ഷ എന്തായാലും അവിടെ ഉണ്ട്. റെഡ് അലേർട്ട് പിൻവലിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും പഞ്ചാബും പതിവ് ജീവിതത്തിലേക്ക് അവർ സന്തോഷത്തോടു കൂടി, സ്വാതന്ത്ര്യത്തോടു കൂടി, കൂടുതൽ ഊർജ്ജസ്വലമായി അവർ എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മുബഷീറാണ് അവിടുന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.